നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ത്യ വിക്സ് വെറുതെ 16 ആയതല്ല. ഇന്ത്യ വിക്സ് 16 ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് എക്സ്പയറി ആയിട്ട് ബാങ്ക് നിഫ്റ്റി വളരെയധികം വോളറ്റിലിറ്റി ആകുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യ വിക്സ് 16 ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു പ്രശ്നങ്ങളും എല്ലാം തന്നെ മാർക്കറ്റിൽ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈലി വോളറ്റിലായ രീതിയിൽ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റിയുടെ നമുക്ക് റേഞ്ച് നോക്കാം. നിഫ്റ്റി 22,245 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 230 പോയിൻറ്റിൻ്റെ ഒരു സ്ട്രൈറ്റ് ഇൻട്രാഡേ ഫോള് രേഖപ്പെടുത്തി നിഫ്റ്റി ഇപ്പോൾ 22,028 നിഫ്റ്റിയുടെ നിൽപ്പ്. വളരെ ശക്തമായിട്ടുള്ള ഫോളാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. 167 പോയിൻറ്റ് നിഫ്റ്റി, സെൻസെക്സ് ഏകദേശം 500 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 160 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായി. ആക്ച്വലി HDFC ബാങ്ക് ഇന്നലെ ADRൽ 5.5% വരെ റാലി രേഖപ്പെടുത്തി നമ്മൾ ഭീകരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ HDFC ബാങ്കിൻ്റെ ആ ഒരു ഗെയിൻ എല്ലാം തന്നെ ചോർന്നു പോയി. ഇന്ന് US നിന്ന് പ്രധാനമായിട്ടും ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഇന്ത്യൻ സമയം 12:10 AM വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് രീതിയിൽ അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന ഒരു ഭീതിയും US മാർക്കറ്റിലും ഉണ്ട്. US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഏഷ്യൻ മാർക്കറ്റും റെഡിൽ തന്നെയാണ് ഉള്ളത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ 676 കമ്പനീസ് മാത്രം ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 1500 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ടാറ്റ സ്റ്റീൽ, SBI, JSW സ്റ്റീൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് തുടങ്ങിയ കമ്പനീസ് ചെറിയ തോതിൽ ഗെയിൻ രേഖപ്പെടുത്തി. വലിയൊരു റാലിക്ക് ശേഷം BPCL പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങി. BPCL 4%, NTPC 3%, കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 3% വരെയുള്ള ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഇനി നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. 22,037 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. പുട്ട് സൈഡിൽ ആളുകൾ ആരെയും കാണുന്നില്ല. കോൾ സൈഡിൽ 22,000, 23,000, 22,500 എന്ന റേഞ്ചുകളിൽ കോൾ അഗ്രസീവായിട്ട് അഡീഷൻ ആയിട്ടുണ്ട്. PCR 0.6 ആണ്. കോള് കാണാം 9 ലാക്ക്, പുട്ട് കാണാം വെറും 6 ലാക്ക് മാത്രമാണുള്ളൂ. ഭീകരമായിട്ടുള്ള വ്യത്യാസം കോൾ പുട്ട് റേഷ്യോയിൽ ഉണ്ട്. 0.6 ആണ് PCR, ശ്രദ്ധിക്കുക. ഇനി US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എങ്കിലും USലെ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്കുകളും റെഡാണ്. കാരണം എക്സ്റ്റൻഡ് അവേഴ്സിൽ ആമസോൺ മാത്രം ഗ്രീനിൽ കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും റെഡിലാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $228 പെർ ഔൺസ് എന്ന നിലയിലും അതിന് താഴെയുള്ള ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 04 പൈസ, ബ്രന്റ് ഓയിൽ $82 പെർ ബാരൽ. ഓസ്ട്രേലിയ റെഡിലടച്ചു. ചൈന സ്ലൈറ്റ്ലി ഗ്രീനിലാണ്. കൊറിയ റെഡിലടച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സും CAC 40 അതായത് ഫ്രാൻസും ഫ്ലാറ്റാണ്. FTSE UK മാർക്കറ്റ് 1% ഇടിവ്. MOX റഷ്യൻ മാർക്കറ്റ് 1.5% ഇടിവ്. ബിറ്റ്കോയിനിൽ 600 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.24 ചെറിയൊരു ഫോൾ ഉണ്ടായി, 15.87. ഡോ ഫ്യൂച്ചർ കാണാം 70 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഡോ ഫ്യൂച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ FOMCയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ആണ് ഇന്നുള്ള പ്രധാന ഈവൻറ്റ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളും കൂടാതെ തന്നെ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. HFCL കമ്പനി സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ HFCL കമ്പനി പോളണ്ടിൽ അവർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പ്ലാന്റ് ചെയ്യാനായിട്ട് 144 കോടി രൂപ മുടക്കുന്നു എന്നുള്ള ന്യൂസ് HFCL സ്റ്റോക്ക് എന്ന റാലി രേഖപ്പെടുത്തി. IPOയിലേക്ക് വരുമ്പോൾ ജുനിപ്പർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ ഹയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അറിയാം. കൊച്ചിയിൽ ഹയാത്ത് ഉണ്ട്, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹയാത്ത് ഉണ്ട്. അപ്പോൾ ഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടൽ ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്ന ജുനിപ്പർ ഹോട്ടലിൻ്റെ IPO 1,800 കോടി രൂപയുടെ IPO 342 രൂപ 360 രൂപ പ്രൈസ് ബാൻഡുള്ള IPO ഓപ്പൺ ആകുന്നുണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സ് എപ്പോഴും പറയാറുള്ള പോലെ കട്ട് ഓഫ് പ്രൈസ് ക്ലിക്ക് ചെയ്യുക. ABB ഇന്ത്യ ഇന്നലെ Q3 റിസൾട്ട് വന്നു, മികച്ച റിസൾട്ടായിരുന്നു. നമ്മൾ ന്യൂസിൽ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് 9% റാലി രേഖപ്പെടുത്തി. സ്റ്റെർലക് ടെക് ഇന്ത്യ കമ്പനി അവർ US ഇൻ്റർനെറ്റ് കേബിളുകളെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ലിമോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ധാരണയായിട്ടുണ്ട്.
യൂണിയൻ ബാങ്കിൻ്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ കമ്പനി 3000 കോടി രൂപ സമാഹരിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി നമ്മൾ പ്രീ മാർക്കറ്റിൽ കണ്ടു. സെൻടെക് ഇന്ന് 93 കോടി രൂപയുടെ ഓർഡർ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തി നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ടാറ്റ പവർ കമ്പനി ബ്ലൂ സ്മാർട്ട് ആയിട്ട് ഒരു പുതിയ ഗ്രീൻ പവർ എനർജി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അംബുജ സിമൻറ്റ് ജാർഖണ്ഡിൽ 4 മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റി ഉള്ള സിമൻറ്റ് പ്ലാന്റ് ഇവർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അൾട്രാടെക് സിമൻറ്റ് കമ്പനി രാജസ്ഥാനിലും 1.8 MTPA കപ്പാസിറ്റി ഉള്ള സിമൻറ്റ് പ്ലാന്റ് അവർ കൺസ്ട്രക്ഷൻ ചെയ്തു. L&T കമ്പനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഒരു സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടി. ജുബിലാൻ ഫുഡ് വർക്ക് ഡൊമിനോസ് പിസയുടെ ഓപ്പറേറ്റേഴ്സാണ്. ഇന്ത്യയിൽ ഡൊമിനോസ് പിസ ഫ്രാഞ്ചൈസി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി 500 കോടി രൂപയുടെ ഓർഡർ കിട്ടി. മറൈൻ ഇലക്ട്രിക്കൽ കമ്പനി അവർക്കും 22 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ജെക്കിജി പാർട്ട്ണർ അദാനി ഗ്രൂപ്പിലെല്ലാം തന്നെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അദാനി കമ്പനീനെ ആ ഒരു ഫോളിൽ ഉണ്ടായിരുന്ന സമയത്ത് രക്ഷിച്ച ജെക്യുജി എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇവർ ഇന്ത്യയിൽ ഏകദേശം $22 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. പ്രധാനമായിട്ടും അദാനി കമ്പനികളിലും GMR എയർപോർട്ട് തുടങ്ങിയ കമ്പനീസിലുമാണ്. സാറ്റിൻ ക്രെഡിറ്റ് കെയർ കമ്പനി തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഇവരുടെ പുതിയ പ്ലാന്റുകൾ ഇവർ ചെയ്യുന്നുണ്ട്. ഗ്രാസിം പാനിപ്പട്ട് ഇവരുടെ ആദ്യത്തെ പെയിൻറ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റ് ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഹിൻഡൽകോ US അവരുടെ ഹിൻഡൽകോയുടെ സബ്സിഡിയറി കമ്പനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല അറ്റ്ലാന്റയിൽ അവരുടെ പുതിയ അലൂമിനിയം പ്ലാന്റ് അവർ സെറ്റപ്പ് ചെയ്യാനായിട്ടും കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസ്. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.